ഒരു ടെൻഷൻ ഇതിൽ ഏറ്റവും വലിയൊരു കോമഡി എന്താ പറയുക, ഇവന്റെ നിങ്ങൾ ഡ്രസ്സ് നോക്കണോ, നിങ്ങൾ യൂണിഫോം തന്നെ ഇവ സാധനങ്ങൾ എടുത്തു നോക്ക്. ഹലോ, അപ്പം എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്താന്ന് കണ്ടിട്ട് കേൾക്കുന്ന തോന്നുന്നു. ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ നിങ്ങളെല്ലാവരും കമൻറ്റിൽ ചോദിച്ചു കൊടുക്കുന്നത്, കുറേ ആൾക്കാർ കമൻറ്റ് നമ്മളെ വീഡിയോ വരുമ്പം തന്നെ പറയലുണ്ട്, വന്ന് നോക്കുന്നത് പെട്ടെന്ന് നോട്ടിഫിക്കേഷൻ കണ്ടവിടെ വന്ന് നോക്കുന്നത് വാവ് വന്നോ എന്നാണ്. അപ്പോൾ ഏകദേശം അതിനുള്ള ഒരുക്കങ്ങളിലേക്ക് റെഡിയായി, എല്ലാവരും റെഡിയായി. ഈ ഒരു വീഡിയോ കഴിഞ്ഞിട്ട് അടുത്ത വീഡിയോ ചിലപ്പോൾ ആ ഒരു സന്തോഷ വാർത്ത പറയലായിരിക്കും. അതിലിടക്ക് വേറെന്തെങ്കിലും വിശേഷം വേറെന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ നമ്മൾ അതിൻ്റെ എടുക്കുമെന്ന് പറയുന്നതായിരിക്കും വേറെ കാര്യം. പിന്നെ നമ്മളപ്പോൾ ഹോസ്പിറ്റലിലേക്ക് ഇറങ്ങലാണ്. ഇന്ന് അഡ്മിറ്റ് ആകാൻ പറഞ്ഞ ദിവസമാണ്. നമ്മൾ ഹോസ്പിറ്റലിലേക്ക് പോകാനുള്ള തയ്യാറെടുപ്പിലാണ് ഉള്ളത്. ഞാൻ എല്ലാ സംഭവങ്ങളും കറക്റ്റായിട്ടെല്ലാം ചെയ്തിട്ടുണ്ട്, എല്ലാം പറഞ്ഞെല്ലാം കൊടുത്തിട്ടുണ്ട്. അപ്പോൾ സാധനങ്ങളിൽ ഞാൻ എല്ലാം പ്രസവിച്ച എക്സ്പീരിയൻസ് ഇല്ലെങ്കിലും ഒരു അച്ഛനായ എക്സ്പീരിയൻസ് ഇല്ല. ഞാൻ ബാക്കി എടുക്കേണ്ട സാധനങ്ങൾ കഴിഞ്ഞ വീഡിയോയിൽ കണ്ടതാണല്ലോ, നിങ്ങൾ പറഞ്ഞതല്ലോ. ഇറങ്ങിക്കൂടെ നടന്നാൽ ബാക്കി എടുത്തു വെച്ച സാധനങ്ങളെല്ലാം കാണിച്ചു തരാം. എല്ലാ സാധനങ്ങളും ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഒന്ന് ഹോസ്പിറ്റലിൽ നിന്ന് പ്രസവിച്ചാൽ മതി, ബാക്കിയെല്ലാം നമ്മൾ സെറ്റാണ്. എല്ലാവരും തിരക്കിലാണ്. പോകുന്ന ഒരു റീലെടുക്കുന്ന ഒരു പരിപാടിയും കൂടി അതിലിടക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതാണ് ഇപ്പം കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇത് അത് ഇവൻ്റെ എന്തോ ഒരു ഇപ്പോൾ നിങ്ങൾ ഈ വീഡിയോ കാണുന്നതിന് മുന്നേ ഒരു വീഡിയോ ഇറങ്ങിയിട്ടുണ്ടാവും. ഇപ്പോൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, ഹോസ്പിറ്റലിലേക്ക് നമ്മളെല്ലാം എടുത്തിട്ട് ഓടുന്നത്. അത് നമ്മൾ എല്ലാവരും നല്ല അഭിപ്രായം പറയുന്നുണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ പോകുന്നേ ഉള്ളൂ. അത് നമ്മൾ റിയൽ അല്ല, അത് റീലാണ്. അത് ചിലപ്പോൾ കുറേ ആൾക്ക് സഹിച്ച് അതൊരു റിയലായിട്ടുള്ളതെന്ന് തോന്നിയിട്ടുണ്ട് അവരുടെ കമൻറ്റിൽ. അപ്പോൾ നമുക്ക് പോകാമെന്നല്ലേ, ഇറങ്ങാമെന്നല്ലേ. അവൾ അപ്പുറത്തൊന്ന് പറയാൻ പോയിട്ടുണ്ട്. ഞാൻ വാങ്ങിച്ചോട് പറഞ്ഞിട്ട് പറ്റുന്ന പോയിട്ടുണ്ട്. എടുത്തു വെച്ചോ. ഏത് നമ്മളതിൻ്റെ നടുക്ക് കുറച്ച് സാധനങ്ങൾ അയക്കാനുണ്ട്, പാർസൽ. മഴ പാറുന്നുണ്ട്. വന്നോ നല്ല ഇറങ്ങിയിട്ട് കയറിക്കോ. സാധനങ്ങൾ എടുത്തു വെക്ക്. അച്ഛനാവാൻ പോകുന്നോനെ ഇല്ലേ, അമ്മയാവാൻ പോകുന്ന ആൾ നിന്നിട്ട് നോക്കുന്നുണ്ട്. വെല്ലിച്ചനാവാൻ പോകുന്ന ആൾ ഇവിടെ വന്നിട്ട് വീഡിയോ എടുക്കുന്നുണ്ട്. വെല്ലുമ്മേ ഓ വെല്ലുമ്മ ചാറ്റിയല്ലോ ഏട്ടാ. ഇത് ഏട്ടനാവ് ഏട്ടാ മേമാ. സാധനങ്ങളിൽ അങ്ങനെ എടുത്തു വെച്ച് അടച്ചോ. ജസ്റ്റ് ഒന്ന് പ്രസവിച്ചിട്ട് വരാമെന്ന് പറഞ്ഞിട്ടോള് പോകുന്നുണ്ട്. ചേട്ടാ പോവാന്നാലേ, കമോൺ. അപ്പോൾ നമുക്കെന്നാ പിന്നെ പോവല്ലേ സൈജ, പോയിക്കൂടെ? ഓക്കെ അല്ലേ? റെഡിയല്ലേ? ഇവിടെ കൂട്ടാൻ മറന്നിട്ടൊന്നുമില്ല കേട്ടോ. ഇനി ആ റീല് കണ്ടിട്ട് എല്ലാവരും പറയണ്ട, നമ്മൾ കൂട്ടിയിട്ടുണ്ട്. നമ്മൾ റെഡി ആയിട്ടൊന്ന് പോയിട്ടില്ല, കുഴപ്പമില്ല. മതിയോ? റെഡി ആകാൻ അഡ്മിറ്റ് ആവേണ്ടത് ചോദിക്കാൻ വേണ്ടി പോയിട്ടുണ്ട് സായിജി. നമ്മൾ ഹോസ്പിറ്റലിൽ എത്തി കേട്ടോ. എന്താ പറഞ്ഞ ഡോക്ടറെ കാണാനാ? ഡോക്ടർ ഒന്ന് കണ്ടിട്ട് വേണം അഡ്മിഷൻ എഴുതി തരാനാ പറഞ്ഞത്. അതെയാ, ഞാൻ പറഞ്ഞത് പറഞ്ഞ വേഗം തരും. നല്ല പരിചയ ആടാ. നമ്മൾ രണ്ടാളല്ല ഒരാളല്ലേ. എച്ചുവിന്റെ മെയിൻ ആളാണ്. എച്ചുട്ടാ മീൻ ഉറങ്ങല്ല. ഡോക്ടർ ലോക്കാക്കിട്ട് പോയെന്ന് തോന്നുന്നു. ഡോക്ടർ അറിയില്ലേ, മറന്നുപോയി. ഡോക്ടർ മറന്നുപോയി തോന്നുന്നു കേട്ടാ. ആ ഡോക്ടറുണ്ട് കേട്ടോ. അതാ ഓട്ടോയും തിരക്കെല്ലാം കണ്ട. അഡ്മിഷൻ പറഞ്ഞാണ്. ചെക്കപ്പിന് കയറിയിട്ടുണ്ട്. നമുക്ക് അപ്പൊ ഡെലിവറി ആയില്ല. ഡെലിവറിക്കല്ല കയറിയത്. അത് ഇവർക്ക് അറിയാടാ. വന്നപാട് അങ്ങനെയുണ്ട്. ഇവളെ പോലെ എല്ലാവരും വന്നപാട് പ്രസവിച്ചിട്ട് പോക്കല്ല. ഇപ്പൊ ചെക്കപ്പിന് കയറിയിട്ടുണ്ട്. നമുക്ക് റൂം റെഡി ആയിട്ടുണ്ട്. നമുക്കപ്പോൾ റൂമിൽ പോയിട്ട് സാധനങ്ങൾ അപ്പോഴത്തേക്ക് എടുത്ത് വെക്കാം. ബാക്കി മുകളിലാണ് റൂം തൽക്കാലത്തേക്ക്. പ്രസവം കഴിഞ്ഞിട്ട് നമുക്ക് വേറെ റൂമിലേക്ക് ഷിഫ്റ്റ് ആവാം. സാധനങ്ങളെല്ലാം കയറ്റി വെക്കാനുണ്ട്. പോവാന്നല്ലേ നമുക്ക് അപ്പോഴത്തേക്ക്. അപ്പോൾ ഇതെല്ലാം കഴിയുമ്പോഴത്തേക്ക് നമുക്ക് റൂം സെറ്റാക്കാം. നിങ്ങളെ പേര് ഇടിയിരിക്കെ കാവലാളെ കുറച്ചെടുത്താൽ മതിയില്ല. ബാക്കി സാധനം ഒറ്റയടിക്ക് എല്ലാം കൊണ്ടുവരില്ല, കുറേശ്ശെ കൊണ്ടുവരാം. എന്നാ പോവാ. എന്നാ ഒരു ടെൻഷൻ അത് കേട്ടില്ല. അവള് തുറന്നു വരുമ്പോ എന്നെ കണ്ടിട്ടില്ലെങ്കിലോ. എന്നാ നീ ഇടുന്നോ? ഞാൻ ഇവളെയും കൂടി പോവാ. എച്ചോട്ടിലും തൂക്കി പറഞ്ഞ് കഴിയുന്നിടക്ക് ഓള് വന്നിട്ടുണ്ട്. റൂം റെഡി ആയിട്ടുണ്ട്. നമുക്ക് റൂമിലേക്ക് ആക്കിട്ട് പോവാം സാധനം എടുക്കാൻ. അങ്ങനെ റൂമിലാക്കിട്ട് പോവാ.
പറഞ്ഞ അടുക്കേ പോയിട്ട് വരാം. കേട്ടാ സിസ്റ്റർ വന്നിട്ട് രേഷ്മയെ വാന്ന് വിളിച്ചതാ. അപ്പാട് ഞാൻ വരുത്തു നിന്നെയല്ല ഇവിടെ നിന്റെ കഴിഞ്ഞു, നിനക്കിത് ഓർമ്മയില്ല മോനെ ചുട്ട. ഞാനും രേഷ്മയാന്ന്. അത് നിങ്ങൾ ലിഫ്റ്റ് കയറിയിട്ട് സെക്കൻഡ് ഫ്ലോറിലേക്ക് വന്നോ? ഓ ആ വാ വാ വാ. ഇനി തിരിച്ചിറങ്ങുമ്പോൾ കുട്ടീനെ കൊണ്ട് പോട്ടെ, കൊണ്ട് വാ. തിരിച്ചിറങ്ങുമ്പോ പ്രസവം കഴിയുന്നവരെ നമ്മൾ തൽക്കാലം ഇവിടെയാണ് നിൽക്കുന്നത്. പ്രസവം കഴിഞ്ഞിട്ട് നമുക്ക് വേറെ റൂമിലേക്ക് മാറ്റാനുണ്ട്. ടെൻഷനൊന്നും വേണ്ട, ഞാനില്ല ഇപ്പൊ. നമ്മളെല്ലാരും ഇല്ലേടാ, ടെൻഷന്റെ ആവശ്യമില്ല. എച്ചൂട്ടാ നീ എവിടെയാ വന്നിനി? എന്നാണ് പരിപാടി? എന്തെങ്കിലും മനസ്സിലായിന് എനിക്ക്? എന്തെങ്കിലും തിരിയുന്നുണ്ട് എനിക്ക് എന്നാ ഇവിടെ നടക്കുന്നുള്ള? അറിയാ ഓ ഇനിയിപ്പോ എച്ചൂട്ടൻ വീട്ടിലെങ്ങനെ മൂത്രിക്കാന്നുള്ള ടെൻഷനിലേക്ക്. നമുക്ക് ഇവിടെ വേറെ റൂമുണ്ടാ? ഓ ഇതാ. ഓ ഞാൻ വിചാരിച്ചത് റൂമാണ്. സ്റ്റോർ റൂം. ആ വേഗം സാധനങ്ങളിൽ വെക്കാൻ വേണ്ടിട്ട്. അപ്പൊ നമ്മളങ്ങനെ റൂമിലെത്തിയിട്ടുണ്ട്. പിന്നെ ബാക്കി കാര്യങ്ങൾ ഡീറ്റെയിൽ ആയിട്ടുള്ള പറഞ്ഞുതരാം. നമുക്ക് സാധനം ആദ്യം റൂമിലേക്ക് കൊണ്ടുവരണം. നമുക്ക് പോയി എടുത്തിട്ട് വന്നാലോ? വണ്ടിയിലെ സാധനങ്ങളിലുള്ള പിന്നെ ഭക്ഷണം കഴിക്കണം. എനിക്ക് നമ്മുടെ മീൻ പൊരിച്ചത്, ചിക്കൻ കറി, ബിരിയാണി. ആ ഇന്നെല്ലാം തിന്നാ. നാളെയാണ് അവര് കുറച്ച് ഇതെല്ലാം പറയും ഫുഡില്. ഇന്ന് എന്ത് വേണ്ടിക്കും പറഞ്ഞോ? ബിരിയാണി, ചിക്കൻ ബിരിയാണി. നിങ്ങൾക്ക് എനക്ക് ബിരിയാണിന്റെ കാല് വേണോ? എല്ലാം എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും ചോദിച്ചാൽ മതി കേട്ടാ. ഇന്ന് അതെയാ, ഇന്ന് ബിരിയാണി കഴിക്കുന്നതിന് കുഴപ്പമൊന്നുമില്ലല്ലോ? അല്ല വെജിറ്റേറിയൻ കഴിക്കണം അങ്ങനെയൊന്നുമില്ലല്ലോ ഇന്ന്? ഇല്ലല്ലോ. ചിക്കന്റെ കാലിനെ കഴിക്കണം എന്നുണ്ട് അങ്ങനെയൊന്നുമില്ലല്ലോ? അല്ല അമ്മ പറഞ്ഞ എനക്ക് ചിക്കന്റെ കാലിനെ വേണോ? ആ ഓ എന്നാലും ഇവിടെ ഇവിടുന്ന് ഒറ്റക്ക് കഴിക്കണ്ടേ? ഞാനിവിടുന്ന് കഴിക്കാന്നല്ല, നമ്മള് എങ്ങനെയെങ്കിലും ഹോട്ടലിൽ പോയിട്ട് നമുക്കെന്നാലേ ആ സാധനം ആദ്യം എടുത്തിട്ട് വരാം, അല്ലെങ്കിൽ കഴിച്ചിട്ട് വരുമ്പോ എടുക്കാം. നോക്കാം. ആ അമ്മയും അവര് വരുന്നുണ്ട്. ഇപ്പോഴേ അമ്മയും പിന്നെ ആങ്ങളെല്ലാം വരുന്നുണ്ട് കേട്ടാ. അപ്പൊ അവരെ കാത്തു വെക്കല, അവര് തായി എത്തിയത് കൊണ്ട് വിളിച്ചു. പുറത്തുനിന്നാണോ കണ്ട നിങ്ങൾ തന്നെ നോക്കി ഇത് കണ്ടാൽ നിങ്ങൾ തന്നെ ബെഡും കാര്യങ്ങളല്ലോ. എനിക്കേതാ വേണ്ടേ? ഓപ്പോസിറ്റീവാ തരാൻ കഴിയില്ലാന്ന് പറഞ്ഞോണ്ട് എത്ര മണിക്കും തരാം. ഓപ്പോസിറ്റ് ആളെ കിട്ടിയിട്ടുണ്ട്. കിട്ടിയാ? പേര്, നമ്പർ, അഡ്രസ് എല്ലാം കൊടുത്തു തരുമോ? ഇതിൽ ഏറ്റവും വലിയൊരു കോമഡി എന്ന് അറിയാം. ഇവന്റെ നിങ്ങൾ ഡ്രസ്സ് നോക്കണോ? നിങ്ങൾ യൂണിഫോം തന്നെ ഇത് എല്ലാ മോഡലും കണ്ടു വന്ന ഇവിടെ അമ്മയും ആങ്ങളെല്ലാം വന്നിട്ടുണ്ട് കേട്ടാ. എന്താണ്? ആ ഇരിക്കേ ഇരിക്കറോ? ഞാൻ പോയിട്ട് മേടിച്ചിട്ട് വരാം. ഇപ്പോൾ കഴിക്കാൻ ബിരിയാണി വേണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ബാക്കി എല്ലാവരും കൂടിയിട്ട് അങ്ങ് പോയിട്ട് ഹോട്ടലിൽ നിന്ന് ഒരുമിച്ച് കഴിക്കാമെന്ന് പറഞ്ഞു. സമയം ഇപ്പോൾ ഏകദേശം ഉച്ച സമയമായി, 1 മണിയായി കേട്ടോ ഇപ്പോൾ സമയം. നമ്മളേതായാലും നേരെ ഓക്കുള്ള ബിരിയാണി അത് മേടിച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട് സാധനം റൂമിലേക്ക് എടുക്കാനുണ്ട്. എല്ലാവരും കൂടി ഒരുമിച്ച് കഴിച്ചിട്ട് വരുമ്പോൾ എടുക്കാമെന്ന് പറഞ്ഞിട്ട് ഞാൻ ബിരിയാണി മേടിക്കാൻ പോകാം കേട്ടോ. ബിരിയാണി വേണമെന്ന് പറഞ്ഞിട്ട് ബിരിയാണി മേടിച്ചിട്ട് വരുത്താം. കുറച്ച് സാധനം എടുക്കണ്ടല്ലോ. എല്ലാം എടുക്കണ്ട, വേണ്ടത് ഇപ്പം അത്യാവശ്യമുള്ളത് ഏകദേശം റൂമിലേക്കെല്ലാം കൊണ്ടുപോക്കണ്ടേ? എല്ലാം എടുക്കണ്ട അല്ലേ? കുറച്ച് അത് പിന്നെ നമുക്ക് വൈകുന്നേരം മാറ്റിയെടുക്കാം. അപ്പൊ ഏകദേശം ഫുഡെല്ലാം കഴിച്ച് നമ്മളും പോയി കഴിച്ച് നേരെ തിരിച്ചു വന്നു കേട്ടാ. ഇനി എങ്ങനെ പ്രത്യേകിച്ച് ഇന്ന് എങ്ങനെ അല്ലേ? ഇനിയൊന്നുമില്ല, ഇനി നാളത്തേക്ക് പറഞ്ഞിട്ടുള്ളത് ഡെലിവറി ഏകദേശം നോക്കിയിട്ട് പറഞ്ഞത് അങ്ങനെയാണ്. പറഞ്ഞത് നമുക്ക് വൈകുന്നേരം ആകുമ്പോഴത്തേക്ക് നോക്കിയിട്ട് ഒന്നും കൂടി ചെക്കപ്പെല്ലാം ചെയ്യാം. ഞങ്ങൾ പക്ഷേ നാളെ രാവിലെ തന്നെ ഉണ്ടാവും എന്നുള്ള രീതിയിലാണ് ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത്. ബാക്കി വൈകുന്നേരം ഡോക്ടർ ഒന്നും കൂടി വരും, അതിനുശേഷം ഡീറ്റെയിൽ ആയിട്ട് സംസാരിക്കാവുന്നുണ്ട്. പിന്നെ വേറെ കാര്യമായിട്ടുള്ള ജസ്റ്റ് നിങ്ങളോടൊന്ന് അറിയിക്കണം എന്ന് വിചാരിച്ചിട്ട്. ഇനി നമുക്ക് ഇവിടുന്ന് പോകുന്നത് വരെ
കൂടുതലായിട്ടൊന്നും കഴിഞ്ഞ പ്രാവശ്യം ഞാൻ പറഞ്ഞില്ല അതുപോലെ കൂടുതലായിട്ടൊന്നും ഉണ്ടാവില്ല, പക്ഷെ എല്ലാ ദിവസവും വീഡിയോ ഉണ്ടാവും. കൂടുതലായിട്ടൊന്നും ഉണ്ടാവില്ല, കുറച്ചായിട്ടേ ഉണ്ടാവും. പക്ഷെ കുറച്ചുള്ള സാധനങ്ങൾ നിങ്ങളിങ്ങനെ അറിയിച്ചുകൊണ്ടേയിരിക്കും. നിങ്ങൾ ഭയങ്കര ആകാംക്ഷയോട് കൂടിയിട്ടും സ്നേഹത്തോട് കൂടിയിട്ട് അന്വേഷിച്ചുകൊണ്ടിരിക്കുന്ന ആ ഒരു ഗുഡ് ന്യൂസ് എത്രയും പെട്ടെന്ന് നിങ്ങളിലേക്ക് നമ്മൾ എത്തിക്കുന്നതായിരിക്കും. വിഷു പറഞ്ഞേ, അപ്പൊ നീ ഇങ്ങനെ വെല്ലുമയാവുന്നതിന്റെ ആ ഒരു ടെൻഷനൊന്നും എനിക്ക് ഇങ്ങനെ രാവിലെ തൊട്ടിട്ടേ ഉണ്ടല്ലോ, ഒരു ഭയങ്കര ടെൻഷനും കാര്യങ്ങളും. എന്നാന്ന് വെല്ലുമയാവുന്നില്ല? നാളെ അടുത്ത ദിവസം ആവണോ? അടുത്ത ദിവസം ആവണോന്ന് വെല്ലുമയാവാനാ? അതുവരെ വെയിറ്റ് ചെയ്യണം. അച്ഛനാവുന്ന ഓനില്ല ഇത്ര ടെൻഷൻ, നീ വെല്ലുമയാവുന്ന എനിക്ക് ഇത്ര ടെൻഷൻ. വലിയേട്ടൻ കുഞ്ഞേട്ടെ കുഞ്ഞാട്ടാ, നീ കുഞ്ഞാട്ടാ. നാളെ വാവം വരും. പിന്നെ ഇനി വാവയെന്ന് വിളിക്കൂല, നിന്നെ വാവയെന്നാരും വിളിക്കൂലേ? നോക്കിക്കോ, അപ്പൊ അത്രയേ ഉള്ളൂ. ഇനി ബാക്കി കാര്യങ്ങളെല്ലാം ആയിട്ട് നമ്മൾ അടുത്ത വീഡിയോയിൽ വരാം. അപ്പൊ അവരെ എല്ലാരോടും ബൈ ബൈ. ഏട്ടന്റെ ബസ് വന്നിട്ടാ നമ്മൾ ഹോസ്പിറ്റലിന്റെ മുമ്പിൽ വന്നിട്ട് ഏട്ടനെ കൂട്ടുന്ന ഏട്ടന്റെ ബസ്. ഏട്ടനെ ഇറങ്ങുന്ന നോക്കല, ഏട്ടൻ കാണുന്നുണ്ട്. ആരാത്? ഓത്തു 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 അതാരാന്ന്? ഏട്ടാ അൻവീനെ വിളിക്കുന്ന